പാലക്കാട് നിന്നും മംഗലം ഡാമിലേക്ക് പോകുമ്പോൾ മംഗലം ഡാം എത്തുന്നേക്കാൾ ഒരു 5 കിലോമീറ്റർ മുന്നായിട്ട് ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. ആ ലെഫ്റ്റിലേക്കുള്ള വഴി കൂടെ പോയാൽ ഒരു ആദിവാസി ഊരിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയി പിന്നെ കുറേ കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയതിന് ശേഷം നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു വാട്ടർഫോളാണിത്. ഇവിടെ പോലീസോ അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റുകളോ അല്ലെങ്കിൽ ഗാർഡുകളോ ഒരാളെ പോലും കാണാനില്ല. അവിടെ ആ ഏരിയയിലൊരു ആരെങ്കിലും ആൾതാമസം ഉണ്ടെന്ന് പോലും തോന്നില്ല. വീടുകളൊന്നും ഇല്ലാത്ത ഒരു കാടിൻ്റെ ഉള്ളിലുള്ള വാട്ടർഫോളാണിത്. ഭയങ്കര ഭംഗിയുള്ളൊരു വാട്ടർഫോളാണ്. ഭയങ്കര ഹൈറ്റിൽ നിന്നാണ് ഇവിടെ വെള്ളം വരുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ പോയത് വേനൽക്കാലത്താണ്. അപ്പോൾ മഴക്കാലത്ത് പോവുകയായിരുന്നെങ്കിൽ എത്രമാത്രം ഫോഴ്സായിട്ടാണ് വെള്ളം വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നില്ല, ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ വെള്ളം വീഴുന്നോടൊന്ന് ഇവിടെ നിന്ന് വലിയൊരു തടാകം പോലെ ആയിട്ടൊരു പുഴ മാരിയായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി താഴത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാടിൻ്റെ ഒത്ത നടുക്കാണ്. നമ്മൾ പുറത്തുള്ള ആ റോട്ടിൽ നിന്ന് നോക്കിയാൽ ഇത് കാണില്ല. ഈ വെള്ളം വീണ സൗണ്ട് പോലും നമുക്ക് കേൾക്കില്ല. ഇങ്ങനെ ഒരു വാട്ടർഫോൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഗൂഗിളിൽ ഇങ്ങനെ ഒരു ലൊക്കേഷനായിട്ട് കിടക്കുന്നുണ്ട്. ആ വാട്ടർഫോളിനകത്ത് പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൂഗിളിൻ്റെ ആ ലൊക്കേഷൻ പോയി ചെന്ന് നോക്കുമ്പോൾ ഈ വെള്ളം തിരിച്ചു വരുന്ന സ്ഥലത്താണ് നമ്മളെത്താം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കാട്ടിക്കൂടെ നടന്നാലാണ് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ എത്താൻ പറ്റത്തുള്ളൂ.